എന്റെ വഴി കരിഞ്ഞിട്ട് കൊറേ കാലായില്ലടാ. നീ ആരെന്നെന്റെ വിചാരം? എനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടടാ? എന്റെ മക്കളെ സ്കൂളിൽ വിടണോ? എന്റെ പെണ്ടാട്ടിക്ക് തുണിയെല്ലാം വയ്ക്കണോടാ എനക്ക്. എന്റെ പിള്ളേരെ സ്കൂളിലെല്ലാം വിടണ വേണ്ടല്ലേ? ഭാഗ്യവാൻ, ഭാഗ്യവാനേ. അവനും പോയ എന്നെ കരുതാവളും നീ ആരോഗ്യം കഴിയൂല. നിന്റെ ആരോഗ്യം ചത്ത. അവളാര് ശൃംഗാരം തൊട്ടു പോകരുതന്നെ. എനിക്ക് മതിയായി. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാ. നിങ്ങൾ കുടിച്ചു കുടിച്ച് ചാവോ. നിങ്ങൾ കുടിച്ചു കുടിച്ച് ചാവോ. എന്റെ ദേവിയെ, കുടിച്ചു കുടിച്ച് ചാവും. നിങ്ങൾ കുടിച്ചു കുടിച്ച് ചാവും. ഞാൻ പോണ്. ഞാൻ എങ്ങോട്ടെങ്കിലും പോണ്. പോയി. എവിടെ പോയി? എല്ലാരും എന്നിട്ടിട്ട് പോയി. എവിടെ പോയി? നിനക്കറിയാമോ? ഇവനായിരുന്നു എനിക്കല്ല. അതുകൊണ്ട് എന്റെ സങ്കടത്തിലും ദുഃഖത്തിലും എല്ലാം അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ പണ്ടല്ല, അവൻ വെറും കാലിക്കുപ്പി. കാലിക്കുപ്പി? ചേട്ടാ, ചേട്ടന് നാളെ ഞാൻ കുപ്പി വാങ്ങിത്തരും. എന്റെ പെണ്ണുപിള്ള കെട്ടി താലി വിട്ടിട്ടാലും ശരി, ഞാൻ വാങ്ങിത്തരും. ഞാനാണ് അണ്ണാ. ചേച്ചി വല്ലോ ചേട്ടാ. അയ്യോ ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? എന്റെ ചേട്ടൻ എന്ത് പറ്റി ചേട്ടാ? എണീന് ചേട്ടാ, ചേട്ടാ. അയ്യോ ചേട്ടാ, എന്ത് പറ്റി ചേട്ടാ? എണീന് ചേട്ടാ. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ ചേട്ടാ. ഒന്ന് സഹായിക്കണേ ചേട്ടാ. ചേട്ടാ ഒന്ന് സഹായിക്കണേ ചേട്ടാ. ചേട്ടാ ഒന്ന് സഹായിക്കണേ ചേട്ടാ. ചേട്ടാ ഒന്ന് പിടി ചേട്ടാ. ചേട്ടാ ഒന്ന് പിടി.
ഇന്ന് സമൂഹത്തിൽ ലഹരി ഒരു വലിയ വിപത്തായി മാറിയിട്ടുണ്ട്. പ്രായഭേദമന്യേ എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ലഹരി ഉണ്ടാക്കുന്ന സാമൂഹ്യ വിപത്ത് വളരെ വലുതാണ്. അത് വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിലായാലും പ്രായമായ ആൾക്കാർക്കിടയിലായാലും സ്ത്രീ പുരുഷന്മാർക്ക് ഭേദമന്യേ ഇത് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ കണ്ട ആ ഡോക്യുമെൻ്ററി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സമൂഹത്തിൽ എത്ര നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലാണ് ഇത് കടന്നു വന്നത്. ഈ ഒരു വിപത്ത് ജീവിതം തന്നെ തുലച്ച് നശിപ്പിച്ച ഒരവസ്ഥയിലോട്ട് പോയി. ഇന്ന് കലാലയങ്ങളിലും ഇതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസത്തിനായി കലാലയങ്ങളിലെത്തുന്ന വിദ്യാർത്ഥി യുവജനങ്ങളെ ലഹരി മാഫിയ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ ഇതൊരു രസമായി തുടങ്ങുന്നതാണ്, ഒരു തമാശ പോലെ തുടങ്ങുന്നതാണ്. പക്ഷേ പകരം കൊടുക്കേണ്ടി വരുന്നത് ജീവിതമാണെന്ന് പലരും ഓർക്കുന്നില്ല. നമ്മുടെ സന്തോഷ ദിനങ്ങളിൽ, ആഘോഷ ദിനങ്ങളിൽ ഒക്കെ ഇന്ന് ലഹരിയാണ് നമുക്ക് ഒരു ഉന്മേഷം നൽകുന്നത്. എങ്കിലേ നമ്മുടെ ആഘോഷ ദിനങ്ങൾ പൂർണ്ണമാകുകയുള്ളൂ എന്ന ഒരു ധാരണ കൂടി കടന്നു വന്നിട്ടുണ്ട്. ഇവിടെയാണ് ശരിക്കും അഭ്യസ്തവിദ്യരായ ഒരു കൂട്ടം ജനത, അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനത രംഗത്ത് വരികയും ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് നാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതിനായി നാം ഒന്നടങ്കം പരിശ്രമിക്കണം.